ഒളിച്ചോട്ടം അതാണ് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നാഷണൽ ഇഷ്യൂ ലെവലിലേക്ക് അത് ഉയരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊന്നും പ്രതികരിക്കാനോ ഞാൻ ഇന്നവരെ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഞാൻ ഈ സൈസ് എടുക്കുന്നതല്ല. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അയാളുടെ ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടുക അല്ലെങ്കിൽ പുറത്ത് ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്ന പോലൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക്. ഓക്കെ, അപ്പം നമ്മുടെ കാർത്തിക്കിന്റെ വീഡിയോ ആണ്. കാർത്തിക്കിന്റെ ഉണ്ട് 2-3 വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം. അതായത് ഈ ക്യാമറ ദൃശ്യം നിങ്ങളെല്ലാവരും കണ്ട സാധനം തന്നെ ഞാൻ ഒന്നും കൂടെ വെച്ചുതരാം. ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് തോന്നുന്നുണ്ട്. CCTV ആണ്. ഇത് 6 CCTV ആണ്. ഈ പെണ്ണ് ഓടിപ്പോകുന്നതിൻ്റെ CCTV 6 നിങ്ങൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇതാരാ ഇത് പുറത്തു വിട്ടേ? ഈ CCTV ദൃശ്യം പുറത്തു വിട്ടത് ആരാ? ഞാനാണോ? യൂട്യൂബേഴ്സാണോ? അതോ റിയാക്ഷൻ എന്താ പറയണ്ടേ, ഈ റീൽസ് ഇടുന്ന ആൾക്കാരാണോ? ഇതാരാ പുറത്തു വിട്ടെ? ഈ റീലല്ല, ഈ ക്യാമറ ദൃശ്യം പുറത്തു വിട്ട വ്യക്തി ആരാ? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്. ഇതാരാ പുറത്തു വിട്ടെ? എനിക്കറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഖിലിൻ്റെ സൈഡിൽ നിന്നാണ് ഈ ഒരു സംഭവം പോയത്. പുള്ളിയുടെ സൈഡിൽ നിന്നായി പോയത്. നിങ്ങളതിനൊന്ന് ചിന്തിച്ചു നോക്കേ. അപ്പം ഞങ്ങളാണോ ഇതൊക്കെ കൊണ്ട് പുറത്തിടുകയൊക്കെ ചെയ്യുന്നത്? ഇപ്പം നമുക്കറിയാവുന്ന വ്യക്തികൾ ഈ പറയുന്ന അഖിലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് സംസാരിച്ചപ്പം അളിയ നീ ഇങ്ങനെ വീഡിയോ ഇട്, അളിയ അങ്ങനെ വീഡിയോ ഇട് എന്ന് പറഞ്ഞത് ഈ അഖില് തന്നെ ഉള്ള കാര്യം പറയും. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലാണ് ഇവർ കൂടുതൽ ഇവരുടെ വീഡിയോസ് ആൾക്കാർ കാണുന്നത്. യൂട്യൂബിനേക്കാളും കൂടുതൽ ഇൻസ്റ്റാഗ്രാമാണ്. ഷോർട്സ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയും. ഞങ്ങൾ എന്ത് പറഞ്ഞെന്നാണ് പറഞ്ഞത്? ഇവന് സപ്പോർട്ടായിട്ടല്ലേ അവിടെ സംസാരിച്ചത്? ആണോ അല്ലയോ? നിങ്ങൾ തന്നെ പറ. ഈ പറയുന്ന അഖിലിന് സപ്പോർട്ടായിട്ട് അവിടെ സംസാരിച്ചത്. നിൽക്കി, ഈ ഒരു വീഡിയോ പുറത്ത് വിട്ടത് പുള്ളിക്കാരൻ്റെ സൈഡിൽ നിന്നാണ്. എന്തായാലും പുള്ളിയുടെ ഏരിയ ആണ്. ഇതെങ്ങനെ പുറത്ത് വിട്ടതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. ബുദ്ധിയുള്ളവർക്ക് ഊഹിക്കാം. ഇതെല്ലാം പുറത്ത് വിട്ടു എല്ലാം കഴിഞ്ഞിട്ടോ ഈ പുള്ളീനെ വന്നിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളും സപ്പോർട്ടാണ് ചെയ്തത്. ഞങ്ങളും സപ്പോർട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. തേണ്ടേ, ഇദ്ദേഹത്തിൻ്റെ പേരാണ് രഞ്ജീഷ് എന്ന് പറയും. സ്വന്തം ഭാര്യ വേറൊരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് മകനെയും കൂടെ നഷ്ടപ്പെട്ടപ്പോൾ ജീവൻ കളഞ്ഞ ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റിസ് ഫോർ രഞ്ജീഷ് എന്നും പറഞ്ഞ് കമന്റ് ഇട്ടതൊക്കെ ഓർമ്മയുണ്ടോ മലയാളികളെ? അപ്പോൾ എല്ലാവരും പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ചെയ്യണം. ഈ കേസായിട്ട് വിട്ട് കഴിഞ്ഞിട്ടും ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ചെയ്ത ഒരാളാണ്. ഞാൻ മാത്രമല്ല എനിക്കറിയാവുന്നവരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചു. കാരണം ഇവിടെ സോഷ്യൽ മീഡിയ പവർ വേണം, സപ്പോർട്ട് വേണം. നമ്മൾ അതിനു വേണ്ടിയൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഒരുപാട് കേസ് കേട്ടുണ്ട്. ഇങ്ങനെ പറയുവാണെങ്കിൽ ഈ ഒളിച്ചോട്ടം ഈ പറഞ്ഞ ഈ പെണ്ണ് മാത്രമല്ല പോയത്, ഇവന്റെ വിഷയം മാത്രമല്ല. ഇവൻ അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അഖിലിന്റെ ഫ്രണ്ട് സർക്കിളുള്ള ആൾക്കാരാണെങ്കിലെല്ലാം ഇവർക്കെല്ലാം ഇപ്പം അഖിലിന് ടിക്ടോക്കിൽ പരിചയമുള്ള കൂട്ടുകാരെല്ലാവരും വന്നിട്ട് ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഈ പറയുന്ന കാർത്തിക് ഉൾപ്പെടെ വന്ന് പറയുകയൊക്കെ ചെയ്യുന്നു. അതിന്റെ താഴെ വന്നൊരു കമന്റ് എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞ ഒരാളുടെ കമന്റ് ആയിരുന്നു. ഹെലനോസ് പാട്ട പുള്ളിയുടെ കമന്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ രസകരമായിട്ട് തോന്നിയത്. ഓരോ വ്യക്തികളെയും വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്ന ഹെലന്റെ ഒരു കമന്റ് ഞാൻ കണ്ടു. എന്നിട്ട് ഹെലൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ ഇവനെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ സംസാരിച്ചത്. എൻ്റെ ആദ്യത്തെ വീട്ടിലായിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ചുള്ള രീതി നമ്മളൊരു കളിയാക്കിയ രീതി സംസാരിച്ച് പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഇവനെ സപ്പോർട്ട് തന്നെ കൊടുത്തത്. അവളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മർച്ചന്റ് നേവി ജോലിയുള്ള ഒരു പയ്യൻ ജോലിയൊക്കെ കളഞ്ഞിട്ട് വന്നിട്ട് ഈ ഒരു ഇതിലോട്ട് നിൽക്കുമ്പോൾ രക്ഷപ്പെടാതിരിക്കാം. ഈ പറയുന്നത് ഞാനും മർച്ചന്റ് നേവി ജോലി ചെയ്തൊരു വ്യക്തി തന്നെ. എനിക്കറിയാം അവിടെ ജോലി എങ്ങനെയാണ്. ചില കഷ്ടപ്പാടൊക്കെ ഉണ്ട്, സിമ്പിളൊന്നും അല്ല, ശമ്പളമുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയൊക്കെ അറിയാം. നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചേ. ഇപ്പോഴും ഈ ഒരു ദൃശ്യം പുറത്തു വിട്ട് ഇവരുടെ സൈഡിൽ നിന്ന് തന്നെ. എന്നിട്ട് ഇത് സോഷ്യൽ മീഡിയ എല്ലാവരും ഇരുന്ന് ആഘോഷിച്ച് എല്ലാവരും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്തു. ഇപ്പോൾ കുറേ കമൻസ് വന്നു. ആദ്യമായിട്ടാണ് ഒരു ഒളിച്ചോട്ടം കാണാൻ പറ്റിയെന്നുള്ള രീതിയിലാണ് എല്ലാവരും കമൻറ്റ് ഇടുകയൊക്കെ ചെയ്ത്. എന്നിട്ട് അവൻ എന്തെങ്കിലും ചെയ്താലോ, അവൻ അത് ചെയ്താലോ, മറ്റേ ചെയ്താലോ എന്നും പറയും. പുള്ളിക്കൊരു വിഷയമില്ലെന്ന് പുള്ളി വിളിക്കുന്ന ആൾക്കാരോടെല്ലാം പുള്ളി പറയുന്നുണ്ട്. വെള്ളിയാഴ്ച ഈ പെണ്ണ് പോയി, തിങ്കളാഴ്ചയാണ് പല ആൾക്കാരും അവനെ വിളിക്കുകയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് സീനൊന്നുമില്ല, കുഴപ്പമില്ല. പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അവളെ ഒന്നും പറയൊന്നും വേണ്ട, അവൾക്ക് ചെറിയൊരു ഒരു ട്രീറ്റ്മെൻറ്റോ ഒരു കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ വല്ലതായിരിക്കും. ഞാൻ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ ഓരോ വ്യക്തിയോട് ചോദിച്ചിട്ട് ഞാനും ഇവിടെ വന്നിട്ട് പറഞ്ഞത്. പിന്നെ ഇൻസ്റ്റേ വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുൾ എനിക്ക് ഇതവിടെ പറയാൻ പറ്റത്തില്ല. ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി. എനിക്ക് ഇൻസ്റ്റയിൽ റീൽസ് ഇട്ട് പരിചയമില്ല. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് കൂടുതൽ ഇടാൻ പറഞ്ഞത്. യൂട്യൂബിൽ പോയി കാണുന്നെങ്കിൽ കാണാൻ പറഞ്ഞു. ഓക്കെ, ഇനി കാർത്തിക് പറയുന്നതിൻ്റെ ഞാൻ വെച്ചുതരാം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ CCTV ആര് പുറത്തു വിട്ട്? ഇതെല്ലാം ഇവരൊക്കെ തന്നെ ചെയ്യുന്നത് തന്നെയാണ്. ഇവരുടെ ഭാവം ക്ലിയർ ആക്കാൻ ഇവരൊക്കെ നന്മ വരും. ഓക്കെ, ഞാനും അങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്തേ നമ്മളവനെ സംസാരിച്ചിട്ടുള്ളൂ. പല ആൾക്കാരും അവൻ മറ്റേതാണ്, മറിച്ചതാണ്, അവൻ അങ്ങനത്തവനാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് കഴിവില്ലാത്തതുകൊണ്ടാണെന്നുള്ള രീതി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ കാര്യങ്ങളാണെന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞിട്ട്. നമ്മൾ എൻ്റെ ആദ്യത്തെ വീഡിയോയിലായി അവന് വിട്ട് ഇച്ചിരി കൊട്ടു കൊടുക്കുന്ന പോലെ മീൻസ് ആക്കുന്ന പോലുള്ള രീതിയിലുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. സപ്പോർട്ട് രീതി മാത്രം. ഓക്കെ, കാർത്തിക് പറയുന്നത് നോക്കാം.
പ്രശ്നമായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നാഷണൽ ഇഷ്യൂ ലെവലിലേക്ക് അത് ഉയരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊന്നും പ്രതികരിക്കാനോ ഞാൻ ഇന്നവരെ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഞാൻ ഈ സൈസ് എടുക്കുന്നതല്ല. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അയാളുടെ ഒരു കുടുംബത്ത് നടക്കുന്ന ഒരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടുക അല്ലെങ്കിൽ പുറത്ത് ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്ന പോലെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് വേറെ ഒന്നും തോന്നുന്നില്ല. ഒരു കാമുകനും കാമുകിക്കും ഇടയിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ചീറ്റിങ് നടന്നു, അപ്പോ വേണമെങ്കിൽ അവനെ അത് അറിഞ്ഞു വിഷമിച്ചു, അത് ബ്രേക്കപ്പ് പറയാം, അവന് മാറി ഇന്ന് എത്ര ദിവസം വേണമെങ്കിലും കരയാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇത് ഇതാകും. പക്ഷേ ഒരു ഫാമിലി ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം. കാരണം ഒരുപക്ഷെ അവിടെ ഒരാൾ മാത്രമല്ല ബാധിക്കുന്നത്, അവരുടെ ഫാമിലി ഉണ്ട്, ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ ബാധിക്കുന്നു. ചിലപ്പോൾ അവനൊന്ന് ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കാൻ പോലുള്ള ഒരു ഫ്രീഡം ചിലപ്പോൾ കാണുന്നില്ല. അപ്പൊ നിങ്ങൾ ഒരാള് ചെയ്തൊരു ഒരു തെറ്റിന് അയാളുടെ ഇത് കാണിക്കുന്നു, CCTV വിഷ്വൽസ് കാണിക്കുന്നു, അതിനെ ആരാളിയാ കാണിച്ചത്? നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് ഞാൻ റെസ്പെക്റ്റും തരുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ പറയുന്നത് 100% ശരിയാണ്. CCTV കാണിച്ചത് ആരാണ്? ആദ്യം പോയി ചോദിക്കേണ്ടത് കൂട്ടുകാരനോട് പോയി ചോദിക്കണം. അഖിലിനോട് തന്നെ ഒന്ന് പോയി ചോദിക്കുക, ആരാ ഇതൊക്കെ പുറത്ത് വിട്ടെന്നുള്ള രീതിയിൽ. അതിനൊരു മാന്യതയുണ്ടെന്ന് പറയാം. ഇതിപ്പം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ നെഞ്ചത്തോട്ടാണ് ഇപ്പം നമ്മളാണ് കുറ്റക്കാരായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവന്റെ അപ്പുറത്തെ വീട്ടിലാണെങ്കിലല്ല, ഇവന്റെ വീട്ടിൽ പോയി സാധനം എടുക്കുവാണെങ്കിൽ ഞങ്ങൾ ആരാ മക്കള്? നിങ്ങളൊന്ന് ആലോചിച്ച്. ഓക്കെ ബ്രോ പറ. സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്പ്രെഡ് ചെയ്യുന്നു. അയാൾക്ക് ചിലപ്പോൾ ഒരു ഫാമിലി, ഒരാൾ ചെയ്ത് തെറ്റാണെന്നല്ലോ അല്ലെങ്കിൽ അയാൾക്കൊരു ഫാമിലി ഉണ്ടാവും, അയാൾക്ക് ചിലപ്പോൾ കസിൻസോ അല്ലെങ്കിൽ സിസ്റ്റർ ബ്രദർ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇവർക്കെല്ലാമാണ് നിങ്ങൾ വളരെ മോശമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ആണ് ഉണ്ടാക്കി വെക്കുന്നത് സമൂഹത്തിന് മുമ്പിൽ ഒരാൾ ചെയ്തൊരു കാര്യം. അപ്പൊ ഇത് സമൂഹത്തിന് ദോഷമുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണെങ്കിലും ഓക്കെ, ഇത് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം. ഇത് എന്തിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഈ ഡിസ്കസ് ചെയ്യുന്ന ആർക്കെങ്കിലും ഇതിന്റെ ഒരു 100% അല്ലെങ്കിൽ ഒരു 90% കാര്യങ്ങൾ അറിയോ? അറിഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ അവരെ ബന്ധപ്പെട്ടതും അവർക്ക് അറിയാവുന്ന അവരുടെ കസിൻസിനോട് തന്നെ ചോദിച്ചിട്ടാണ് ഞാനുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയൊക്കെ ചെയ്തത്. ഉള്ള കാര്യം പറയാമല്ലോ. അല്ലെങ്കിൽ തന്നെ അത് കാണുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായി കാണും. ഓരോരുത്തരുടെയും ഇത് ഇന്ന ആളാണ്, അത് അന്ന ആളാണ്, ഇവിടെ കിടക്കുന്ന ഞാനിതൊക്കെ എങ്ങനെ മനസ്സിലാക്കി ചോദിച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മളിതൊക്കെ വന്ന് പറയുകയൊക്കെ ചെയ്തത്. അത് ഇത്രയും വലിയ കുറ്റമായത് ഞാനിപ്പോഴാണ് ആലോചിച്ച് പോകുന്നത്. ഇപ്പോൾ എല്ലാവരും സീക്രട്ട് ഏജൻറ്റ്സ് ആയി വന്ന് തന്തയ്ക്കും തളയ്ക്കൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളി ഈ പറയുന്ന അഖിലിനെ വിളിച്ച് സംസാരിച്ച് ചോദിച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. അല്ലെങ്കിൽ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, മറ്റേ ചെയ്യും, മറിച്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞു വിട്ടതേ പുള്ളിക്കാരൻ തന്നെ. സായി ഒന്നും കുറേ കാര്യങ്ങളൊക്കെ വിഴുങ്ങിയാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അത് സായിയുടെ മാന്യത. എന്ത് കാര്യങ്ങളോടും ഉണ്ടെങ്കിലും ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്യും. ഇപ്പം നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു വിഷയം വന്നപ്പോൾ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു. എനിക്ക് ബ്രോയിനെ ഞാൻ ശരിക്കും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ബ്രോ ആണെങ്കിലും ഓരോന്ന് കോണ്ടന്റ് ഉണ്ടാക്കി അത് ജനങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ പണ്ട് മുതലേ നിങ്ങളുടെയൊക്കെ വീഡിയോസ് കാണുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതിപ്പം കുറ്റം മൊത്തം നമ്മുടെ തലയ്ക്ക്. അപ്പം മെയിനായിട്ട് ഞാൻ പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ വീഡിയോ പുറത്ത് വിട്ടത് അത് ബ്രോ ഒന്ന് കണ്ടുപിടിച്ചാൽ നല്ലതായിരിക്കും. ആർക്കും അറിയത്തില്ല. എനിക്ക് ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്ററെയോ അയാളുടെ വൈഫിനോ അല്ലെങ്കിൽ ഫാമിലി ഒന്നും എനിക്ക് നേരിട്ട് അറിയില്ല. പേഴ്സണലി ഒരു സൗഹൃദം പോലും ഇല്ല. പണ്ടെപ്പോഴോ അദ്ദേഹം ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഒരു രീതിയിൽ ഒരു പരിചയമില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവര്, എനിക്ക് കമന്റ്സിൽ ഒരുപാട് പേര് പറഞ്ഞു എന്നോട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന്, ഇതൊരു വീഡിയോ ചെയ്യണമെന്ന്. ആരാ പറയുന്നവരെ ആദ്യം ഇടിക്കാൻ? കാരണം വേറൊരുത്തന്റെ ഫാമിലി നടക്കുന്ന വിവരങ്ങൾ ഒരാൾ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യണമെന്ന് പറയണമെന്ന്, ഇത് ആർക്കാണ് ഇത് അറിയാൻ ഇത്ര താല്പര്യം? ഒരാളുടെ ഫാമിലി ലൈഫിൽ നടക്കുന്ന കാര്യം അറിയാൻ ഇത്ര താല്പര്യം എന്താണ്? ഓക്കെ, ഒരു സെലിബ്രിറ്റിയുടെ അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളൊന്ന് ആലോചിക്കുക. ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് ഇടും. ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മുക്കും മൂലയൊക്കെ ഇട്ടിട്ട് അങ്ങ് പോകും. ചിലതൊക്കെ ഈ പറയുന്ന റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും കൊണ്ടുവരുന്നത്. പിന്നെ ഇങ്ങനെ പോലുള്ള ആൾക്കാരൊക്കെ ഈ പറയുന്ന പ്രൊമോഷനും ഒരുപാട് കള്ളങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴും അതും കൊണ്ടുവരുന്നത് നമ്മളൊക്കെ തന്നെ. ഒന്നും പറയുന്നില്ല. ഇവിടെ ഇപ്പം ഈ പറയുന്ന അഖിലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ ഇപ്പൊ സപ്പോർട്ട് ചെയ്തതാണ് ഇത്രയും വലിയ കുഴപ്പമായെന്നാണ് ഞാൻ ആലോചിച്ച് പോയത്. നിൽക്കുന്ന ഒരാളെ പറ്റിയിട്ട് നമുക്ക് അറിയാനും അല്ലെങ്കിൽ അയാളുടെ വ്യക്തി ജീവിതത്തെ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അറിയാൻ നമുക്ക് താല്പര്യം തോന്നാം. അത് നല്ല കാര്യം. ഇത് അയാൾക്കും വിഷമം, പറയുന്ന ആളുകൾക്കും വിഷമം, കേൾക്കുന്നവർക്കും വിഷമമുള്ള ഒരു കാര്യം നിങ്ങൾ എന്തിനാണ് ഇത്രയും ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്? ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും ആണല്ലോ. എത്ര കേസ് കേട്ടുകളുണ്ട് ഇവിടെ. നീതി കിട്ടേണ്ട ഒരുപാട് കേസ് കേട്ടുകളുണ്ടായിരുന്നു. അതിനൊന്നും ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യാനും ഒരു ഷെയർ ചെയ്യാനോ ഒരു മനുഷ്യരും ഇല്ലായിരുന്നു. പ്രൊട്ടസ്റ്റ് ആ ഒരു സംഭവത്തിൽ പോലും ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ പിള്ളേർക്ക് സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. അല്ല സിനിമയുടെ പ്രൊമോഷൻ വല്ലതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ യൂത്ത് പിള്ളേർ അല്ലെങ്കിൽ റീൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ പറയുന്ന കൂട്ട് പ്രൊട്ടസ്റ്റിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പെൺകുട്ടി മരിച്ചതിൻ്റെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ചേട്ടാ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യന് ഷെയർ ചെയ്യാൻ സമയമില്ല. കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും ഭയങ്കര രീതിയാണ്. അതുകൊണ്ട് ആ രഞ്ജീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് മിസ്കണ്ടക്ഷൻ. അയാളൊരു മനുഷ്യന് അയാളുടെ ജീവൻ പോയി.
അയാളുടെ ജീവൻ പോയി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പോയി. അങ്ങനെയുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യർ പോലും, ഒരു വ്യൂ പോലും അതിനൊന്നും കാണാൻ ആൾക്കാർക്ക് നേരമില്ല. നമ്മളിതൊക്കെ പറയുന്നുണ്ട് ബ്രോ, നമ്മുടെയൊക്കെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി. നമ്മളിതൊക്കെ പറയുന്നുണ്ട്, നമ്മളെ പക്ഷേ കുറ്റപ്പെടുത്താൻ മാത്രം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും നല്ല എടുക്കാം. ഉത്തരം കിട്ടാനും ഒക്കെ വേണ്ടി നമുക്ക് ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ആ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അതിന്റെ ഒരു മെച്യൂരിറ്റി വരുന്നത് എവിടെ സൈലന്റ് ആവണം എന്ന് തിരിച്ചറിയുന്നതാണ്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ലൊരു മെസ്സേജാണ് ബ്രോ എന്തായാലും തന്നത്. പക്ഷെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും ഈ CCTVയുടെ കാര്യങ്ങളൊക്കെ. അതെല്ലാവരും കൂടി ഇരുന്ന് ആഘോഷിക്കാമെന്നൊക്കെ പറയുമ്പോഴേ കൊള്ളാം എന്തായാലും. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചതെന്ന് പറയാം. ഹെലൻ്റെ ഒരു കമൻറ്റ് കാണാനായിട്ടുണ്ടായിരുന്നു. ഞാൻ ഹെലനെ എന്താ പറയുക, ഹെലനും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. പുള്ളിക്കാരി ഇങ്ങോട്ട് ഹൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി കുറേ ഡയലോഗ് കാട്ടിക്കും. ഓക്കെ ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. നമ്മൾ ബിഗ് ബോസ് ഷോയ്ക്കകത്ത് കുറേ കാര്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്തതല്ലേ. ആ ജാസ്മിനെ വലിച്ചു കയറി ഒരു മൂലക്കാക്കി വെച്ച ഒരാളാണ് ഹെലൻ. ഒരുപാട് കേസ് കേട്ടുണ്ട്. ഈ പറയുന്ന ഷാജിദയുടെ കേസ് കേട്ട് അങ്ങ് തകർക്കുക ചേച്ചി. ചില വിഷയത്തിൽ ഒന്ന് സ്റ്റാഡി പോലും ചെയ്യാതെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയും. എന്നിട്ട് സോറി ഗൈസ്, അല്ലെങ്കിൽ ഇന്ന അക്കൗണ്ടിൽ പോയി കാണുക, അന്ന അക്കൗണ്ടിൽ പോയി കാണുക, മറ്റേ അക്കൗണ്ടിൽ പോയി കാണുന്നൊക്കെ പറയും. ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഓരോന്നൊക്കെ തിരക്കി പിടിച്ച് കൊണ്ടുവന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളൊക്കെ തന്നെ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ. ഈ ഹെലൻ എത്ര ആൾക്കാരുടെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, എക്സ്ക്ലൂസീവ് ബ്രോ അതങ്ങനെയാണ് ഇതിങ്ങനെയാണ്. നമ്മളോട് സംസാരിച്ചിട്ടില്ല കേട്ടോ, ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പല ആൾക്കാരെയും വിളിച്ച് പുള്ളി സംസാരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്, എന്നിട്ട് പുള്ളിയുടെ ഒരു കഥയായിട്ട് പുള്ളി അങ്ങ് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഹെലൻ എന്തുകൊണ്ടാണ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്കൊന്നും അവരുടെയൊക്കെ ടൈമിൽ കൂട്ടുകാരായിരിക്കാം. ഇവരൊക്കെ ഒരുമിച്ചാണല്ലോ എല്ലാവരും വരുമൊക്കെ ചെയ്തത്. ഓക്കെ, എന്താ എനിക്കിപ്പോൾ ചിരിയാണ് വരുന്നത് എല്ലാത്തിനും. കാർത്തിക് ബ്രോ പറഞ്ഞത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പുള്ളി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് ക്ലിയർ ആക്കണമെന്ന് തോന്നിയാണ്. ഇനി ഹെലൻ പറയുന്നത് എന്തോ കേട്ടിട്ട് വരാം. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്ന എനിക്ക് ഒരുപാട് പേര് റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്, ഒരു യൂട്യൂബർ ആയിട്ടുള്ള ആളുടെ ഒരു റീസെന്റ് മൂവീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ വൈഫ് ഒരാളുടെ കൂടെ ഓടിപ്പോയി ഒരു സാധനം റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് റിയാക്ട് ചെയ്യേണ്ടത്? നാട്ടിൽ ഇഷ്ടം പോലെ ഒളിച്ചോട്ടങ്ങൾ നടക്കുന്നുണ്ട്. ഇതിപ്പോ നാലാൾ അറിയുന്ന ഒരു ഫേസ് ആയതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയാവുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഓൺലൈൻ മീഡിയാസ് ഇപ്പം അവരുടെ പണ്ടത്തെ വൈബ്സ് ഒക്കെ അവർ പണ്ടിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം അൽഗോരിതം, ഇൻസ്റ്റാഗ്രാമിന്റെയും അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ അൽഗോരിതം അറിയാലോ, അവരുടെ നമ്മൾ സെർച്ച് ചെയ്യും. ഇപ്പം ഇന്ന രണ്ട് വ്യക്തികളുടെയും പേര് വെച്ചിട്ട് സെർച്ച് ചെയ്യുമ്പോൾ എന്തായാലും അവർക്ക് റീച്ച് കിട്ടും എന്നുള്ള രീതി. അതൊക്കെ അത് ആ ഒരു സൈഡിൽ പോട്ടെ, അങ്ങനെ ഒരു തന്തയില്ലാത്തരം ആ സൈഡിലെ പോട്ടെ. ഞാൻ ചോദിക്കട്ടെ, അവരുടെ ഫാമിലി ഇപ്പൊ കടന്നു പോട്ടെ. ഞാൻ ചോദിക്കട്ടെ, അവരുടെ സൈഡിൽ പോട്ടെ, അങ്ങനെ ഒരു തന്തയില്ലാത്തരം ആ സൈഡിലെ പോട്ടെ. തന്തയില്ലാത്തരം ഇത് തന്നെയല്ലേ മോളും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയൊക്കെ തന്നെ. നമ്മളൊട്ടും മോശമൊന്നും അല്ല. വീഡിയോ ചെയ്യുന്ന കൂട്ടത്തില തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അവൾ അങ്ങനെ കാണിച്ചു, അവൾ ഇങ്ങനെ കാണിച്ചു, അവൾ മറ്റേത് കാണിച്ചു, മറിച്ചത് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ അടുത്ത സമയത്തും ഹൈലൈറ്റ് ഒരു വിഷയം വന്നായിരുന്നു. കാര്യങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇല്ല, തണ്ണി അടിച്ച കേസുകളിലൊക്കെ ഇച്ചിരി നല്ല രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ കാര്യം വരുമ്പോൾ നിലപാടെന്ന് പറഞ്ഞാലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാം. എൻ്റെ ഹെലനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ, സമ്മതിച്ചിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ കഴിവ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. തൊലിക്കെട്ടി അപാരം തന്നെ. പോട്ടെ. ഞാൻ ചോദിക്കട്ടെ, അവരുടെ ഫാമിലി ഇപ്പൊ കടന്നു പോകുന്ന സിറ്റുവേഷൻ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇങ്ങനെ കിടന്ന് സോഷ്യൽ മീഡിയയിൽ പിന്നെ നിങ്ങളുടേതായിട്ടുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുടേതായിട്ടുള്ള കുറെ ഇത് പറഞ്ഞിട്ട് അതിനൊന്നും ആവശ്യമില്ല. ലെറ്റ് ദം ലിവ്. അവരുടെ ലൈഫ് എങ്ങനെയാണെന്ന് നിങ്ങൾ ഈ ഒരു മിനിറ്റിലെ കോണ്ടന്റിലല്ലേ അവർ രണ്ടുപേരെയും കാണുന്നുള്ളൂ. അങ്ങനെയുള്ളൂ പല ആൾക്കാരുടെയും കേസ് കേട്ട്. അതും കൂടെ ആലോചിച്ചാൽ നല്ലതായിരിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ പല വ്യക്തികളും നമ്മുടെ റിയാക്ഷൻസ് ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെ പല ആൾക്കാരുണ്ടായിരുന്നു. ഹെലൻ കോൺടാക്ട് ചെയ്യുന്നതും ചോദിക്കുന്നതും അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ഹെലൻ ഒരു കഥ പറഞ്ഞിട്ട് അങ്ങ് പോകും. കഷ്ടം തന്നെ. എനിക്കെന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിയാ വന്നത്. അവരുടെ റിയൽ ലൈഫ് എങ്ങനെയാണെന്നോ അവരുടെ റിയൽ ലൈഫിൽ എങ്ങനെയാണെന്നോ ഒന്നും നമുക്കറിയില്ല. അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും നമുക്കറിയില്ല. നമ്മൾ എന്തവർ കാണിക്കണം എന്ന് വിചാരിക്കുന്നു അത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഈ പറയുന്ന രണ്ട് വ്യക്തികളോടുമാണ്, യൂട്യൂബറോടാണെങ്കിലും അവരുടെ വൈഫിനോടുമാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിങ്ങൾ ഫോഴ്സ് ചെയ്തിട്ട് അതിന്റെ റീസൺ അറിയിക്കാൻ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ടും ഈ എ ഓർ ബി രണ്ട് വ്യക്തികളിൽ ഏതെങ്കിലും ഒരാൾ വന്നിരുന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാരെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അത് ചെയ്യരുത്, ദയവേദിട്ട് അത് ചെയ്യരുത്. എന്ത് റീസണും ആവട്ടെ, നിങ്ങളുടെ ഇടയിലുള്ള എന്ത് റീസണും ആവട്ടെ, അത് നിങ്ങളുടെ ഇടയിൽ തന്നെ നിന്നാൽ മതി. സോഷ്യൽ മീഡിയയിൽ അത് കൊണ്ടുവന്നിട്ട് അതും കൂടി ആഘോഷമാക്കാൻ വിട്ടുകൊടുക്കരുത്. ഇതാണ് ഇവരുടെ ഉദ്ദേശം. ഇത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം അതാണ്. അത് അവിടെ തീരും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ വേറെ ആരുടെങ്കിലും എന്തെങ്കിലും ഒരു കേസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത്, CCTV പുറത്ത് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പൊ എന്നെ തന്നെ നാളെ ആരെങ്കിലും മറ്റേ ബാറുകൾ പിടിക്കുന്ന കണ്ടാലോ അതൊക്കെ ഇത് മാറും. ഓക്കെ, ബാറിലൊരു വിഷയം വന്നപ്പോഴാണ് പുള്ളി എനിക്ക് തോന്നുന്നു ബോധത ഉണ്ടായതെന്ന് തോന്നുന്നുണ്ട്. നമിച്ച് കേട്ടോ, നമിച്ച്. എന്തായാലും ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു വിഷയത്തിൽ
ഇവരൊക്കെ എന്താണെന്നറിയോ, കോണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഞാൻ ചോദിച്ചോട്ടെ, ഇവരൊക്കെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്ത് ട്രെൻഡായിട്ട് നിൽക്കുന്നുണ്ടോ അതനുസരിച്ച് സംസാരിക്കത്തുള്ളൂ, ഒഴുക്കിനനുസരിച്ച് നീന്തുക. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇല്ല, രേണുസുതിയുടെ വിഷയത്തിലാണ്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയൊരു വ്യക്തിയാണ്, ആ ഒരു വിഷയത്തിലാണ്. പിന്നെ അവരുടെ ഭാഗത്ത് കുറച്ച് സത്യങ്ങൾ വന്നപ്പോൾ ഞാൻ ആ സത്യം ജനങ്ങളുടെ മുമ്പിൽ എത്തിയപ്പം എനിക്ക് എത്ര കിട്ടിയെന്ന് എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു കാര്യം പറയാം, ഞാൻ ഓഡിയൻസിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾക്കാർ തന്നെയാണ്. പക്ഷെ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ എന്നെ ഒരുപാട് ആൾക്കാർ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ ഹെലനിൽ നിന്ന് ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. പല ആൾക്കാരും പലതും പറയും, ഒരു നിലപാടില്ല അങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ എനിക്കിപ്പോൾ അത് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ശരിക്കും അത് മനസ്സിലായിട്ടുണ്ട്. ഉള്ള കാര്യം തുറന്ന് പറയാലോ, ശരിക്കും എന്തോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് എന്താ പറയുക, ഇപ്പം എല്ലാവരും സായി എടുത്തിട്ട് തെറി പറയുന്നുണ്ട്. അദ്ദേഹം ഈ പറയുന്ന അഖിലിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ. കഷ്ടം. അതെങ്ങനെയാ ഈ പറയുന്ന സായിയും ഹെലനും ഒക്കെ ഭയങ്കര കൂട്ടാണ്. ബിഗ് ബോസിൽ പോയ സമയത്ത് സായി എന്തൊക്കെയാണ് പറഞ്ഞത്, ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെ എനിക്ക് എന്തോ പോലെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആളാണ്. നമുക്കൊക്കെ നല്ല രീതി അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള പ്രോബ്ലംസ് ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയ ആഘോഷിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തത് ഹെലൻ ഇത് കാണുവാണെങ്കിൽ അഖിലിനോട് തന്നെ ചോദിച്ചു നോക്കണം, ഈ ആ വീട്ടിലെ CCTV എങ്ങനെ പുറത്തു പോയെന്ന് ഹെലനൊന്ന് ചോദിച്ചു നോക്കണം. ഹെലനൊന്ന് ചോദിച്ചു നോക്ക്, ഇതെങ്ങനെ പുറത്തു പോയി. അത് പോലീസ് വന്നെടുത്താൽ പോലീസ് എന്തായാലും ആർക്ക് അയച്ചു കൊടുക്കത്തൊന്നുമില്ല. കറക്റ്റായിട്ട് ആ സാധനം എടുത്തിട്ട് ആലോചിച്ച് നോക്കും കൂടെ. പിന്നെ റിയാക്ഷൻ വീഡിയോസും അല്ലെങ്കിൽ ഇതുമായിട്ട് വെച്ചിട്ട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരോടാണ് നിങ്ങളും, കാരണം നിങ്ങൾക്കും റീച്ചാണ് മുഖ്യം, റീച്ച് മുഖ്യമെങ്കിലേ അത് ചെയ്തോളൂ. പക്ഷെ ആ ഫാമിലിന്റെ മാനസികാവസ്ഥയും കൂടി ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതായിരുന്നു. ഓക്കെ, ഞങ്ങൾ ഉറപ്പായിട്ടും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തത്. അവനെ അവൻ്റെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ കുറ്റക്കാരായിട്ടൊന്ന് ഓർക്കുമ്പോഴാണ്. ഇതിപ്പം എനിക്ക് തോന്നുന്നില്ല വേറെ റിയാക്ഷൻസ് ആൾക്കാർ ഇത് എടുക്കുമോ ഇതിനെക്കുറിച്ച് സംസാരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ വേറെ കുറച്ച് ആൾക്കാരും കൂടെ വീഡിയോസ് ഒക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെങ്ങാടിയുടെ വൈഫ് ഒളിച്ചോടിയ വിഷയത്തിന് തുറന്നിട്ട് ഒരുപാട് വീഡിയോസ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നുണ്ട്. അതിന്റെ അടിയിലെല്ലാം വരുന്ന കോമൺ ആയിട്ട് കാണുന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെങ്ങാൻ ഒരുമാതിരി എന്താ പറയണ്ടേ, ആളെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തുന്ന രീതിയിൽ ആക്കി തീർക്കുന്ന കുറെ ആൾക്കാരുടെ കമന്റ്സ് ഒക്കെ കാണാൻ പറ്റും. ചിലപ്പോൾ ഹേറ്റേഴ്സ് ഒക്കെ ആയിരിക്കും. ഈ എല്ലാവരും ആളുകൾക്ക്, കാഴ്ചക്കാർക്ക് എല്ലാവർക്കും കണ്ടന്റ് ചെയ്യുന്ന ആളുകളെടുത്ത് അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു പേഴ്സണൽ ഹേറ്റ് ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇവർ ഇങ്ങനത്തെ ഒരു വിഷയം വരുന്ന സമയത്തേക്ക് എല്ലാവരും കൂടെ വട്ടം ചേർന്ന് ഇങ്ങനെ കഴുകലെല്ലാം വന്ന് കൊത്തി തിന്നുന്നതൊക്കെയാണ് ഒരു അങ്ങനത്തെ ഒരു പ്രവണത ഞാൻ കാണുന്നത്. നാളെ ആളുടെ കണ്ടന്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പേഴ്സണലി ഇത്രയും ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയത്ത് അത് ബുള്ളി ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ട് കണ്ടിട്ട് ഈ രീതിയിൽ ഒരാളെ ഹേർട്ട് ചെയ്യരുത്. എത്രയോ കമന്റ്സുകൾ കാണാനിടയായി, കഴിവില്ലാത്തവൻ മറ്റേത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ശരി, ഇതെല്ലാം പറയുന്ന ആൾക്കാർ തന്നെയാണ് ഇവനെ കുറിച്ച് നല്ലതും പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും കൂടെ ഈ പറയുന്ന അഹലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ആൾക്കാർ നേരെ തിരിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ് ശരിയാണ് എന്ന് പറയും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹെലൻ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എല്ലാ വീഡിയോസുകൾക്കും റിയാക്ഷൻ കൊടുക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് വന്നിട്ട് ഇവൻ്റെ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് ഓരോ വ്യക്തികൾ ഇന്ന പോലെ അഖിലിനെ സപ്പോർട്ട് ചെയ്ത് അവനെ ദ്രോഹിക്കരുത് അങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നത് കൈ കൊട്ടിയിട്ട്. അതെന്താ ആ ഒരു നിലപാട്? പിന്നെ പ്രണവ് പ്രവീണിൻ്റെ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാലോ. അവൻ സോഷ്യൽ മീഡിയ വന്നിട്ട് അവൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്തു, അവർ വീട്ടുകാർ അങ്ങനെ ചെയ്തു, മറ്റേ ചെയ്തു. അത് ഏത് രീതിയിൽ പോയി ആ ഒരു വിഷയം അതുപോലെ തന്നെ. അപ്പോൾ അതെല്ലാവരും പറയും അത് സോഷ്യൽ മീഡിയ ഇട്ട കേസ് കേട്ടല്ലേ. ഈ വീഡിയോ ആരാ പുറത്തു വിട്ടത്? ഞങ്ങളാരുമില്ല, ഞങ്ങളതൊന്നും അവരുടെ വീട്ടിൽ പോയി ഇരുന്ന് എടുത്തിട്ടില്ല. വീഡിയോ അല്ല, ഇതാ വീട്ടുകാർ തന്നെ ചെയ്ത ഒരു ഇതാണ്. ഇത് മൊത്തം നാട് മൊത്തം ആഘോഷിക്കുകയൊക്കെ ചെയ്തു. കുറ്റം മൊത്തം ഞങ്ങളെപ്പോലുള്ള കുറെ ആൾക്കാർ എടുത്തോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ലേ? ബുദ്ധിമുട്ടെന്നല്ല പറയുന്നത്, ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കണ്ടേ? അവൻ എവിടെയെങ്കിലും മോശമായിട്ട് സംസാരിച്ചാ പറ, എവിടെയെങ്കിലും. ആദ്യത്തെ വീഡിയോയിൽ കുറച്ച് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആ കേസിനെ കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയതിൻ്റെ ഒക്കെ സംസാരിച്ച്, പിന്നെ അവനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചേ. നമ്മുടെ ലൈഫിലും ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട സമയത്തൊക്കെ പല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ പെയിനൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി നമുക്ക് കാഴ്ചക്കാരായിട്ടുള്ള നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ ഈ ഒരു സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെയും ആ ഒരു വ്യക്തിനെ ഈ രീതിയിൽ പറഞ്ഞ് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് കൂടെയാണ് ആളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ വീണ്ടും ഇങ്ങനെ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്നു, ഇമോഷണലി ഹേർട്ട് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മനുഷ്യത്വം ഇല്ലാത്തൊരു കാര്യമാണത്. അപ്പം നമ്മളത് ചെയ്യാണ്ടിരിക്കുക. നമ്മളൊന്നും ഇല്ലെങ്കിലും ഭയങ്കര സിവിലൈസ്ഡ് ആയിട്ടുള്ള ഭയങ്കര ലിറ്ററസി കൂടുതലുള്ള ഒരു സ്റ്റേറ്റിലൊക്കെ അല്ലേ ജീവിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യനെ ഹേർട്ട് ചെയ്യാണ്ടിരിക്കാനുള്ള മിനിമം ആയിട്ടുള്ള മര്യാദ നമ്മൾ കാണിക്കാം. അത് കാണിക്കുന്നതിൽ അങ്ങേയറ്റം കാണിക്കുന്നുണ്ട്. നാളെ അവൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഈ സപ്പോർട്ട് കാണണം. നാളെ അവൾ വന്നിട്ട് അവനെക്കുറിച്ച് എന്തെങ്കിലും തെളിവ് നിരത്തുവാണെങ്കിൽ നിങ്ങൾ ഈ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് അത്രേ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. പിന്നെ ഈ ഒരു പ്രോ പറയുന്ന ഒരു വീഡിയോ പേഴ്സണൽ ലൈഫ് എടുത്ത് വെച്ചാണ് നിങ്ങൾക്ക് ഇപ്പോൾ കോണ്ടന്റ് ഉണ്ടാക്കി കളിക്കുന്നത്. അതുമാതിരി വായി തോന്നുന്ന എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് ഇതിന്റെ ബാക്കി കാണാൻ യൂട്യൂബിൽ കയറി നോക്കാൻ പറയും. അവിടെ ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? അതും ഇങ്ങനെ പാർട്ടായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു. നിനക്കൊക്കെ എന്തോ ഇത്ര പറയാനുള്ള മറ്റൊരാളുടെ ലൈഫിനെ പറ്റി?
അത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഇൻസ്റ്റയിൽ ഞാനിപ്പോൾ 2-3 ആഴ്ച കൊണ്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ പോയി യൂട്യൂബിൽ പോയി കാണാൻ പറഞ്ഞു, സത്യം തന്നെയാണ്. അത് ഞാനാ പറഞ്ഞത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തി. ഞാൻ ചെയ്തില്ലെങ്കിൽ, ലാനി എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ഒരുപാട് ആൾക്കാർ വന്ന് ചെയ്യും. ഒരുപാട് ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ നാടകമാണ്, കള്ളമായിരുന്നു ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, കൂടുതലായിട്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോഴും എന്നെ വീഡിയോ പോലും കാണാതെ വന്ന് തന്തയ്ക്ക് വിളിക്കും. പക്ഷേ ആ ക്യാമറ, അതായത് ആ CCTV വിഷ്വൽസ്, അത് ആരാണ് പുറത്തുവിട്ടത്? അതിപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാൻ അറിഞ്ഞത് ആ വീട്ടിൽ നിന്ന് തന്നെ പോയത്, അവൻ തന്നെ പുറത്തുവിട്ടതാണ്, ആൾക്കാരെ ഏൽപ്പിച്ചതാണ്. ബൈ, ലവ് യു ഗൈസ്.